സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്ക് സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുന്ന, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇസ്രായേലിൻ്റെ വചനങ്ങളെ, ഇസ്രായേലിൻ്റെ ദൈവം തന്നിരിക്കുന്ന വചനങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ദൈവം തന്നെ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ പ്രവർത്തിച്ചെങ്കിലേ ഇസ്രായേലിൽ നിന്നും എത്തുന്ന വചനങ്ങളെ മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ. മാനുഷിക കൽപ്പനകൾക്കും മറ്റ് വ്യർത്ഥ കാര്യങ്ങളും ആവശ്യമില്ലാത്ത എല്ലാ പരിപാടികളും ചെയ്ത് പ്രസംഗിച്ച് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പരിപാടികളൊക്കെ വിട്ട് ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുവാനും തയ്യാറാകുക. ഇന്നത്തെ ദിവസം ശനിയാഴ്ച ദിവസമാണ്. ഇന്ന് ശബാത്താണ്. ഈ ശബാത്തിനെ ഫോളോ ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശബാത്ത് ചൊല്ലും. ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പന പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൽ കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ 10 കൽപ്പന. ആ 10 കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. കൊല ചെയ്യല്, വ്യഭിചാരം ചെയ്യല്, മോഷ്ടിക്കല്, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത്, ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം, ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത്. ഇങ്ങനെ പല കൽപ്പനകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 10 കൽപ്പനയിൽ ശബാത്ത് എന്ന സ്വസ്ഥത, ഈ 10 കൽപ്പന അനുസരിക്കണം. ഈ 10 കൽപ്പനയിലാണ് ഈ ശബാത്ത്. ശനിയാഴ്ച ദിവസത്തെയാണ് ഈ ശബാത്തെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇത് ബൈബിളുകൾ വായിച്ച്, വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ദൈവാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കണം, സത്യത്തിൽ നടക്കണം. ദിവ്യാഗ്രഹ മോഹങ്ങളാൽ വചനം പറഞ്ഞ് കൂലി മേടിച്ച് മനുഷ്യരുടെ ആവശ്യങ്ങളൊക്കെ അവരുടെ കഴിവിനാൽ നടത്തി മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കുവാനുള്ള അറിവും ജ്ഞാനമൊക്കെ കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുന്നവർ ഈ കൽപ്പനകൾ അനുസരിക്കുക, ശബാത്തിനെ ഫോളോ ചെയ്യുക, നിത്യജീവൻ കളയാതെ ആ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതിയിലേക്ക് പ്രവേശിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ദൈവമോട് ഒരുക്കിയിരിക്കുന്നത്. ഈ താൽക്കാലിക ജീവിതത്തിൽ തിന്നും കുടിച്ചും ആനന്ദിച്ചും ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ പദ്ധതി മനസ്സിലാക്കാതെ പോകരുത്. ഒരു ഊണിന് ജ്യേഷ്ഠവാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ ആയിത്തീരാതെ കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിച്ച്, കൽപ്പനകളെ അനുസരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.